വാർത്തകൾ വിശദമായി. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. ജനുവരി 15 മുതൽ 21 വരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി. സമൂഹത്തിലെ എല്ലാവരും അവരുടെ ചുറ്റുമുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി അവരാൽ കഴിയുന്ന വിധം സ്വാന്തന പരിചരണ സേവനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് പരിചരണം ശാസ്ത്രീയമാക്കാനായി ഈ സർക്കാർ പ്രത്യേക കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതനുസരിച്ചുള്ള വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. നവകേരളം കർമ്മ പദ്ധതി, ആർദ്രം മിഷൻ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലെ 10 പ്രധാന പദ്ധതികളിലൊന്നാണ് സ്വാന്തന പരിചരണം. ആർദ്രം ജീവിതശൈലി ക്യാമ്പയിന്റെ ഭാഗമായി വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. വാരാചരണത്തിന്റെ ഭാഗമായി ജനുവരി 15 മുതൽ ജനുവരി 21 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. രോഗികളുടെയും ബന്ധുക്കളുടെയും ഒത്തുചേരൽ, ബോധവൽക്കരണ ക്ലാസുകൾ, സന്നദ്ധ പരിശീലന പരിപാടികൾ, കുടുംബശ്രീ സ്പെഷ്യൽ അയൽക്കൂട്ടം എന്നിവ സംഘടിപ്പിക്കും. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികളും പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ എല്ലാ ജീവനക്കാർക്കും 1 മണിക്കൂർ ബോധവൽക്കരണം നൽകാനും പദ്ധതിയുണ്ട്. കെയർ ഹോമുകളിൽ, ഡേ കെയർ സെന്ററുകളിൽ സാംസ്കാരിക പരിപാടികൾ, വാർഡ് തല വോളണ്ടിയർ ടീം രൂപീകരണം, കിടപ്പ് രോഗികളെ സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധിപ്പിക്കൽ, കിടപ്പ് രോഗികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക, രോഗികൾക്കുള്ള വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പരിശീലനം, മെഡിക്കൽ നഴ്സിംഗ് സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ പ്രത്യേക പരിപാടികൾ എന്നിവയും വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. 22 ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി ആലപ്പുഴയിൽ നടത്തിയ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായി. ചമയം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ്, ആലപ്പുഴ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബാലാവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചമയം 2024 സംഘടിപ്പിച്ചത്. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ എത്തപ്പെട്ട പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള 400ഓളം കുട്ടികളാണ് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഇതര ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്നത്. ഈ കുട്ടികളെ ഒരു കുടക്കീഴിൽ ഒന്നിച്ചുകൂട്ടി സന്തോഷം പങ്കുവയ്ക്കുകയും കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുകയുമായിരുന്നു ഫെസ്റ്റിന്റെ ലക്ഷ്യം. ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. 400ഓളം കുട്ടികളാണ് ഇന്നത്തെ ഈ ചിൽഡ്രൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര ഇനങ്ങളായിട്ടാണ് മത്സരമെന്ന് എനിക്കറിയില്ല. എന്തായാലും വിവിധ JJ ഹോമുകളിലൊക്കെ ഉള്ള കുട്ടികൾ നല്ല പരിശീലനമൊക്കെ നേടിയും അതുപോലെ വിവിധ സ്ഥാപനങ്ങളിൽ ഒക്കെ നിന്ന് പരിശീലനം നേടിയിട്ടുള്ള കുട്ടികളെല്ലാം മാറ്റുരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ്. ആ കുട്ടികളെ അത്തരത്തിൽ പരിശീലിപ്പിച്ച് അവരെ ഇതിനെ സന്നദ്ധമാക്കി സജ്ജമാക്കി കൊണ്ടുവന്ന എല്ലാ സ്ഥാപന മേധാവികളെയും അതുപോലെ ടീച്ചേഴ്സിനെയും എല്ലാം ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റെല്ലാ തലങ്ങളിലുമുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പോലെ പ്രത്യേകമായ അവരുടെ നൈസർഗികവും ജന്മസിദ്ധവുമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം ഉള്ള സംവിധാനങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങൾ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, മഹാഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും ഇല്ല. അതുകൂടി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി പെർഫോം ചെയ്യും. പക്ഷേ നമുക്കത് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. യോഗത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ സബ് ജഡ്ജ് പ്രമോദ് മുരളി, ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ, അഡ്വക്കേറ്റ് G വസന്തകുമാരി അമ്മ, നസീർ പുന്നക്കൽ, L ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അസുഖങ്ങളാലും അപകടങ്ങളാലും കാല് മുറിച്ച് മാറ്റപ്പെട്ടവർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകി റോട്ടറി ക്ലബ്ബ്. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോണിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ജയ്പൂർ കൃത്രിമ കാലുകളുടെ വിതരണം. ചാത്തനാട് ആലപ്പി ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 40 പേർക്കാണ് കൃത്രിമ കാലുകൾ നൽകിയത്. ആകെ 102 പേർക്കാണ് ഇത്തരത്തിൽ കാലുകൾ ലഭ്യമാക്കുക. വിവിധ ഘട്ടങ്ങളിലായി ഈ മാസം 15 മുമ്പ് ഇവ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആദ്യഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. പല കാരണത്താൽ രോഗമോ അല്ലെങ്കിൽ അപകടത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും നിലയിൽ നമുക്ക് കാൽ നഷ്ടപ്പെട്ടു പോയാൽ സാധാരണ സഞ്ചരിക്കുമ്പോൾ നടക്കുന്ന പോലെ തന്നെ നടക്കാൻ കഴിയുന്ന കൃത്രിമമായ കാൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഈ ചടങ്ങിന് ഏറ്റവും വലിയ പ്രാധാന്യം. അതിനെ വിശദാംശം ഞാൻ പറഞ്ഞു പോകേണ്ടതായിട്ടില്ല. ഒരു ചെറിയ ഒരു ഉത്തരവാദിത്വമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാവരും പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി നമ്മുടെ ഈ പ്രദേശത്ത് 100-ലധികം വരുന്ന ആളുകൾക്ക് നൽകാനും മുൻകൈയെടുത്ത എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും പ്രത്യേകമായി
നമ്മുടെ ഒരു ജീവിതത്തിൽ ഈ പറഞ്ഞ സഞ്ചാരം ഏറ്റവും പ്രധാനമാണ്. അത് ചെറിയ ദൂരമാണെങ്കിലും വലിയ ദൂരമാണെങ്കിലും നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണ് സഞ്ചരിക്കുക എന്നുള്ള കാര്യം. അത് ഏത് നിലയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നമുക്ക് സുഖമായി സഞ്ചരിക്കാൻ നമ്മുടെ കാൽ നഷ്ടപ്പെട്ടു പോവുകയോ സ്വാധീനം ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതി, അത് തരണം ചെയ്യാൻ സാധാരണ പോലെ നമുക്ക് സഞ്ചരിക്കാനാവുന്ന ടെക്നോളജി വികസിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിതെല്ലാം നിശ്ചയമായിട്ടും ചെയ്യാൻ കഴിയുന്നത്. ഉദ്ഘാടന യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് KP ഹരൻ ബാബു അധ്യക്ഷനായിരുന്നു. ജയ്പൂർ ലിം പ്രോജക്ട് ഡിസ്ട്രിക്ട് ചെയർമാൻ കൃഷ്ണൻ G നായർ, റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ബേബി കുമാരൻ, ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ട്രെയിനർ G അനിൽകുമാർ, അസിസ്റ്റന്റ് ഗവർണർ അനിത ഗോപകുമാർ, ക്ലബ് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക കേന്ദ്രങ്ങളായ ഗ്രന്ഥശാലകളെ ആദരിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. പരിപാടിയുടെ തകഴി ഏരിയതല ഉദ്ഘാടനം നെടുമുടി കസ്തൂർബ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ ദിവസം നടത്തി. പൂകാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടിയുടെ പേര് ചോദിക്കും, മറിയ. അപ്പൊ ഒരു വീണ്ടും ചോദിക്കും കുട്ടിയുടെ ഇനിഷ്യൽ എന്താണെന്നാണ് അറിയേണ്ടത്. കാരണം എന്താണ്, ജോഷി എന്ന് പറയുന്നത് അവിടെ സവർണ പേരാണ്, ബ്രാഹ്മണിക് നെയിമാണ് ജോഷി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട സവർണ വിഭാഗത്തിൽപ്പെട്ട പരിഗണന കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചു കുട്ടിയുടെ മനസ്സിൽ പോലും എന്താണ്, ജാതി ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുക, തന്റെ ഒപ്പോണന്റ് ആയിട്ടുള്ള കളിക്കാരെ ഐഡന്റിഫൈ ചെയ്യുക. കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. അത്രയും ഭീകരമായ ഒരു സ്ഥിതി കേരളത്തിൽ ഇല്ല എങ്കിലും പേരിൽ നിന്ന്, ഇനിഷ്യലിൽ നിന്ന് ജാതി ഊഹിക്കുന്ന, ജാതിപരമായ വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ രൂപപ്പെട്ട് വരികയാണ്. നമ്മളൊക്കെ പറയും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല നമുക്ക് എന്നൊക്കെ പറയും. പക്ഷെ അറിയാതെ നമ്മുടെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഇത്തരത്തിലുള്ള ജാതിബോധങ്ങൾ സൃഷ്ടിക്കുന്ന ധാരാളം അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷനായിരുന്നു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ പത്രപ്രവർത്തകൻ M ജയചന്ദ്രൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. കസ്തൂർബ മെമ്മോറിയൽ ഗ്രന്ഥശാല പ്രസിഡന്റ് തോമസ് കുരുവിള, സെക്രട്ടറി KS പ്രദീപ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പൂകാസ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാക്കോ, പ്രശസ്ത സാഹിത്യകാരൻ പാറപ്പുറം KE മത്തായി അനുസ്മരിച്ച് സംസാരിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിവൽ കഥാരചനയിൽ 1ാം സ്ഥാനം നേടിയ വൃന്ദ മനീഷിനെ യോഗത്തിൽ അനുമോദിച്ചു. മുതിർന്ന സാംസ്കാരിക പ്രവർത്തകൻ മംഗലശ്ശേരി പത്മനാഭനെ സംഘാടകർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത S നായർ, ജില്ലാ കമ്മിറ്റി അംഗം MC പ്രസാദ്, ഏരിയ സെക്രട്ടറി PN ദേവദാസ്, ഏരിയ കമ്മിറ്റി അംഗം T മനു, വാർഡ് മെമ്പർ സാജു കടമാട് എന്നിവർ സംസാരിച്ചു. മാന്നാർ ചെന്നിത്തലയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 1ാം പ്രതി അറസ്റ്റിൽ. കാരാഴ്മ കിഴക്ക് കളീക്കൽ വിനീതിനായിരുന്നു മർദ്ദനമേറ്റത്. ഈ കേസിലെ 1ാം പ്രതി തൃപ്പെരുംതുറ പൂയപ്പള്ളിൽ വീട്ടിൽ ജോൺസൺ ആണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന ജോൺസണെ കൊല്ലം പറവൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിൽ വിനീതിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കും മൂക്കിന്റെ പാലത്തിന് പൊട്ടലും സംഭവിച്ചിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ജോൺസൺ, മാവേലിക്കര പുതിയക്കാവ് വിഷ്ണു ഭവനിൽ ജിഷ്ണു എന്നിവർ ചേർന്നായിരുന്നു വിനീതിനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ്. 2ാം പ്രതി ജിഷ്ണുവിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂണിൽ മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ മാരകായുധവുമായി അക്രമം നടത്തി 3 പേരെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ജോൺസൺ. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ SI CS അഭിരാം, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ്, സാജിദ്, സുധീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജനുവരി 2-നായിരുന്നു വിനീതിന് മർദ്ദനമേറ്റത്. കുട്ടനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശ്രീധരന്റെ രക്തസാക്ഷിത്വ ദിനം കഴിഞ്ഞ ദിവസം ആചരിച്ചു. തട്ടാശ്ശേരി ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് G ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകെ കൊല ചെയ്യപ്പെട്ട 23ഓളം രക്തസാക്ഷികളിൽ ആലപ്പുഴ ജില്ലയിലെ 3 രക്തസാക്ഷികളിൽ ഒരാളാണ് സഖാവ് ശ്രീധരൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1970 കുടികിടപ്പവകാശ നിയമം, സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ നടന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന സമരത്തിൽ 3 സഖാക്കളാണ് രക്തസാക്ഷികൾ. ഏറെ സഖാക്കൾ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന്, ജന്മിമാരുടെ ഗുണ്ടകളുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായി ജീവച്ഛവങ്ങളായി ജീവിക്കേണ്ടി വന്ന ഒരു സമര പോരാട്ടമായിരുന്നു.
ജീവിതങ്ങളായി ജീവിക്കേണ്ടി വന്ന നൂറുകണക്കിന് സഖാക്കളോടൊപ്പം സമരത്തിൽ പങ്കെടുത്ത് കുന്നുമ്മ കാവാലം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ. സമ്മേളനത്തിൽ ജോജോ ആന്റണി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ കെ അശോകൻ, ജി ഉണ്ണികൃഷ്ണൻ, OG ഷാജി, സന്ധ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ PV രാമഭദ്രൻ, കൺവീനർ KC സാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് വെളിയനാട് പ്രാദേശിക വികസന കേന്ദ്രത്തിന്റെ 20ാമത് വാർഷിക സമ്മേളനവും പ്രവർത്തക സംഗമവും നടത്തി. മാമ്പുഴക്കരി സത്യവ്രത സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനം GSGSK പ്രസിഡന്റ് രവി പാളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ടും വീടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീകൾ സമൂഹത്തിന്റെ നിഷ്പര പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി സ്വന്തം കുടുംബത്തിന്റെ പുരുഷന്മാരുടെ വരുമാനത്തിനപ്പുറം വീടിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കരുത്താർജിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഗാന്ധി സ്മാരക ഗ്രാമസ്വാതന്ത്ര്യം. നിങ്ങൾക്കറിയാം, 1958 കാലഘട്ടം മുതൽ ഏതാണ്ട് 65 വർഷക്കാലം കേരളത്തിൽ ഇത്തരത്തിൽ ഇത്ര ദീർഘമായി ഒരു സാമൂഹ്യ സേവന രംഗത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച ഒരു സംഘടന ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടന യോഗത്തിൽ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് സബ് സെന്റർ ചെയർമാൻ KG മോഹനൻ പിള്ള അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ PK കമലാസനൻ മുഖ്യപ്രഭാഷണം നടത്തി. LDC സെക്രട്ടറി നിഷ പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് സെന്റർ വൈസ് ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം മികച്ച മാതൃകകളെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിച്ചു. സബ് സെന്റർ സെക്രട്ടറി ബിഷ സാബു, LDC പ്രസിഡന്റ് രാധിക വിവേകാനന്ദ്, ട്രഷറർ ഗീത സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗം സിന്ധു ഗിരീഷ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും ഇതോടൊപ്പം നടത്തി. സമ്മേളനത്തിന് ശേഷം GSGSK എക്സിക്യൂട്ടീവ് അംഗം മേബിൾ ജോസുകുട്ടി ജാഗ്രതാ സമിതിയും സ്ത്രീകളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ബാലസാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരൻ രാമങ്കരി ബിമൽ കുമാർ അർഹനായി. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരിയുടെ 1ാം ചരമവാർഷിക ആചരണത്തിന്റെ ഭാഗമായി കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം. കവി, ബാലസാഹിത്യകാരൻ, വിവർത്തകൻ എന്നീ നിലകളിലുള്ള ബിമൽകുമാറിന്റെ രചനകൾ കണക്കിലെടുത്തായിരുന്നു അവാർഡ്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്ററും സാഹിത്യകാരനുമായ ഡോക്ടർ K ശ്രീകുമാർ അവാർഡ് സമ്മാനിച്ചു. കുട്ടനാട്ടിൽ രാമഗിരി പഞ്ചായത്ത് 3ാം വാർഡ് നിവാസിയാണ് ബിമൽകുമാർ. ചരിത്ര പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ മകരം തിരുനാളിന് തിങ്കളാഴ്ച കൊടികയറും. ജനുവരി 24, 25 തീയതികളിലാണ് പ്രധാന തിരുനാൾ. തിങ്കളാഴ്ച വൈകുന്നേരം 5-നാണ് കൊടിയേറ്റ്. 17 മുതൽ 23 വരെയുള്ള തീയതികളിൽ കുഞ്ഞു പൈതങ്ങളുടെ ദിനം, വയോജന രോഗീ ദിനം, സഭൈക്യ ദിനം, ഇടവക ദിനം, വൈദിക ദിനം, ദമ്പതി ദിനം എന്നിങ്ങനെ ആചരിക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പുരാതനമായ ഒരു ഉത്സവമാണ്. നൂറ്റാണ്ടുകളായിട്ട് 900 വർഷങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ തിരുനാളിൻ്റെ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ തിരുനാളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളുടെ ഈ തിരുനാൾ മകരമാസമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. മകരം 10-11 തീയതികളിൽ. അങ്ങനെയുള്ള ഈ തിരുനാൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ആണ് പള്ളിയുടെ. സെൻറ്റ് മേരീസ് ആണ്, മാർത്തമറിയ പള്ളിയാണ്. പക്ഷേ പിന്നീട് സെൻറ്റ് സെബാസ്റ്റ്യൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് 1878 വലിയ മഹാമാരി ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നതാണ്. 1878 ചങ്ങനാശ്ശേരിയിൽ വസ്തൂരി പൊട്ടിപ്പുറപ്പെടുന്നതാണ്. 1000-ലധികം പേര് ക്രിസ്ത്യാനികൾ തന്നെ മരിച്ചു എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ ഉള്ളപ്പോഴുള്ള ഒരു വിളിക്കുന്ന ഒരു മധ്യസ്ഥനാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ. അപ്പം അങ്ങനെയാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യനുള്ള ഭക്തി വർദ്ധിച്ചത്. അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാളാണ് ഇവിടുത്തെ ഏറ്റവും ആഘോഷപൂർവ്വമായി നടക്കുന്ന തിരുനാൾ. പ്രധാന തിരുനാൾ ദിനമായ 25-ന് രാവിലെ 6:45 കുർബാന മധ്യേ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം വചന സന്ദേശം നൽകും. 10-നാണ് തിരുനാൾ കുർബാന. ഉച്ചകഴിഞ്ഞ് 3-നുള്ള കുർബാനയ്ക്ക് ശേഷം കൊച്ചുപള്ളിയിൽ നിന്നും വിശുദ്ധന്റെ തിരുസ്വരൂപം കാവിൽ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിക്കും. തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ എണ്ണപ്പണം സമർപ്പണം ചെയ്യും. തുടർന്നാണ് നഗരം ചുറ്റിയുള്ള പ്രദർശനം. ജനുവരി 28-നാണ് കൊടിയിറക്ക് തിരുനാൾ. കൈനേടി കരുമാത്ര ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തി.
ഞായറാഴ്ച രാവിലെ 9-നും 10-നും മധ്യയായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പക്കാവിന്റെ പുനരുദ്ധാരണവും പുതിയ ചിത്രകൂട നിർമ്മാണവും സംബന്ധിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ബാലാലയ പ്രതിഷ്ഠ. രാവിലെ 6-ന് തന്ത്രി തോട്ടേക്കാട്ട് കല്ലമ്പള്ളി ഇല്ലം ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് കലശാഭിഷേകത്തിനും ആവാഹനത്തിനും ശേഷമായിരുന്നു ബാലാലയ പ്രതിഷ്ഠ. വെളിയനാട് മോർ സ്റ്റെഫാനോസ് ജ്ഞാനായ വലിയ പള്ളിയിൽ ഈ വർഷത്തെ തിരുനാളിന് കൊടികയറി. പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ കൂദാശയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് കർമ്മം. ഞായറാഴ്ച 7:30-ന് പ്രഭാത നമസ്കാരത്തോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 8:30-ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. 10:30-നായിരുന്നു കൊടിമര കൂദാശയും കൊടിയേറ്റും. സമുദായ മെത്രാപ്പൊലിത്ത കുര്യാക്കോസ് മാർ സവോറിയോസ് കൂദാശ കർമ്മവും കൊടിയേറ്റും നിർവഹിച്ചു. ജനുവരി 19, 20 തീയതികളിലാണ് പ്രധാന തിരുനാളുകൾ. വികാരി ഫാദർ മോനായി കെ ഫിലിപ്പ് കർക്കടകംപള്ളിയിൽ ശുശ്രൂഷാ കർമ്മങ്ങൾ ക്രമീകരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.